ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസിന്റെ സമ്മും പ്രോഡക്റ്റും തന്നിരുന്നാൽ ആ പോളിനോമിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഇതാണ് ആ ഫോർമുല. ഇതിനെ ഈ സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആ സീറോസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് ലെറ്റേഴ്സ് ആണ് ആൽഫയും ബീറ്റയും. ഓക്കെ, അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് ഓഫ് സീറോസിന് പകരം ആൽഫ ഇൻറ്റു ബീറ്റ. അതുകൊണ്ട് തന്നെ ഈ ഫോർമുല ഇങ്ങനെയും എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇനി ഒരു ചെറിയ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഹൂസ് സീറോസ് ആർ 4 and 1 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 4. പിന്നെ പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റയാണ് ഈക്വൽ ടു 1. ഇനി ആ പോളിനോമിയൽ ഫോം ചെയ്യിക്കാനുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഈ ഫോർമുലയിൽ ഈ വാല്യൂസ് കൊടുത്താൽ മതി. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം 4 ആണ് ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എത്രയാണ്? 1 ആണ്. ഇതാണ് ആ റിക്വയർഡ് പോളിനോമിയൽ.